ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖം തന്നെ, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ മക്കൾക്ക് സ്കൂളിലൊരു മോർണിംഗ് റൊട്ടീനാണ്. സ്പെഷ്യലൊന്നും ഇല്ലാത്ത ഒരു നോർമൽ ഡേ ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഞാൻ എണീറ്റു. മക്കളും ഭർത്താവും നല്ല ഉറക്കമാണ്. പിന്നെ എൻ്റെ രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചായ ഉണ്ടാക്കിയെന്ന്. ഞാൻ പാലും വെള്ളവും കൂടി അടുപ്പിൽ വെച്ച് അതിൽ ചായപ്പൊടി ഇട്ടിട്ടാണ് ചായ ഉണ്ടാക്കൽ. പിന്നെ വീഡിയോ മുഴുവനായിട്ടും കാണണം. അഭിപ്രായം നല്ലതായാലും മോശമായാലും കമൻ്റ് ഇടണേ. ഇതാ അങ്ങനെ ചായ തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇനി മക്കളെ ഉണർത്തണം. രാവിലെ എങ്ങനെ നോക്കിയാലും തിരക്കായിരിക്കും. നിങ്ങളൊക്കെ അങ്ങനെയാണോ? ചെറിയ കുട്ടികളുണ്ടെങ്കിൽ പിന്നെ പറയണ്ട, എഴുന്നേൽപ്പിക്കാനേ പാടല്ലേ അല്ലേ. പിന്നെ അങ്ങനെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കുന്ന ദോശയാണ് കേട്ടോ. നമ്മുടെ കണ്ണൂരുകാരുടെ ദോശ. അതായത് വേറൊന്നുമില്ല, പച്ചരിയും ചോറും ഉപ്പും ഉപയോഗിച്ച് അങ്ങനെ അരച്ചെടുക്കുന്ന മാവാണ്. നമ്മൾ ഉഴുന്നൊന്നും ചേർക്കാത്തതാട്ടോ. നമ്മളെ മെയിൻ തന്നെയാണ് ദോശ. കണ്ണൂർ തന്നെയാണ് മെയിൻ ഇത് കൂടുതലായിട്ട് കാണുന്നത്. ഇതാ പച്ചരി ഇട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ചോറ് ഇട്ട് ഉപ്പും ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക വേണ്ടത്. പിന്നെ അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്തത്, ഇതെല്ലാം എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കുമല്ലോ, അതുകൊണ്ട് കേട്ടോ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഞാൻ ഇങ്ങനെ കാണിക്കുന്നതിൽ എന്തെങ്കിലും ഡീറ്റെയിൽ റെസിപ്പി ഞാൻ ആക്കുന്ന എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. വേറെ തന്നെ ഞാനത് ചെയ്യട്ടോ. ഇതങ്ങനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടെടുത്തിട്ട് നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഞാൻ മിക്ക ദിവസങ്ങളിലും രാവിലെ ഇത് തന്നെ ഉണ്ടാക്കൽ, കാരണം നല്ല ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അധിക സമയവും വേണ്ട, വേഗം ആവും ചെയ്യും. നമുക്ക് രാവിലെ തിരക്കുള്ള ദിവസങ്ങളിലും എളുപ്പത്തിലാകുന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനല്ലേ നല്ലത്. പിന്നെ ഇതാ ഒരു ഓട് വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ വരട്ടി കൊടുത്തിട്ട് ദോശ അതിൽ കോരി വെക്കണം. ഞാൻ കുറച്ച് ലൂസിലെ ബാറ്റർ ആക്കൽ. എനിക്കങ്ങനെയാണ് കൂടുതലും ദോശ ടേസ്റ്റായിട്ട് തോന്നി. കുറച്ച് കട്ടിയുള്ള മാവാകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. നേരെ ദോശയാകുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ തന്നെ ആ സമയം ഒരുപാടായി. കുട്ടികളുടെ വേഗം വരും സ്കൂൾ വണ്ടി. പിന്നെ അപ്പോഴേക്കും വേഗം ആവണം. പിന്നെ എനിക്കൊന്ന് ഇന്ന് പുറത്ത് പോകാനുണ്ട്. അപ്പോൾ എല്ലാം കൂടെ പെട്ടെന്ന് നോക്കണം. പിന്നെ ഇതാ ദോശ ഇത് ഇങ്ങനെ ആക്കി കഴിഞ്ഞിട്ടൊരു 2-3 മിനിറ്റ് കൊണ്ട് കുറച്ചൊരു വെന്ത് വരും. മോൾ ഭാഗം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ സമയത്ത് ഇത് മറിച്ചിട്ട് കൊടുക്കണം. ഇന്ന് കറിയായിട്ട് ഉണ്ടാക്കിയത് വെണ്ടയ്ക്കയാണ് കേട്ടോ. തേങ്ങ അരച്ച് വെണ്ടക്ക കറി ഇന്ന് ഉണ്ടാക്കിന് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ അതിൻ്റെ കൂടെ ബീഫ് ഫ്രൈയും ഉണ്ട്. കുട്ടികൾക്ക് പിന്നെ എപ്പോഴും നോൺ വെജ് ആയിരിക്കുമല്ലോ കൂടുതൽ താല്പര്യം. വെണ്ടക്കാന്നെല്ലാം പറഞ്ഞാൽ പിന്നെ പറയണ്ട. അങ്ങനെ ഇതാ കുറച്ച് ബീഫ് ഫ്രൈ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇനിയിപ്പോൾ ഇതാ കുട്ടികൾക്ക് രണ്ടാൾക്കും കൊടുക്കണം. കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. മോൻ വേഗം കഴിക്കും, മോള് തിന്നാനാ കുറച്ച് പാട്. പിന്നെ അതിലിടക്ക് ഹസ്ബൻഡ് എണീറ്റ് ഇനിയിപ്പോൾ ചായ കൊടുക്കണം. അങ്ങനെ അതെല്ലാം കൊടുത്തിട്ട് വരുമ്പോഴത്തേക്ക് ഇവർ കഴിക്കുമല്ലോ. പിന്നെ കുട്ടികൾ സ്കൂളിൽ വിടലൊരു തിരക്ക് തന്നെയാണ് അല്ലേ. നമുക്ക് നിന്ന് തിരിയാൻ സമയം ഉണ്ടാവില്ല, അങ്ങ് ഇങ്ങ് എത്തണ്ടേ. ഇനി ഇവർ കഴിക്കുമ്പോഴത്തേക്ക് ഞാൻ ബാക്കിയുള്ളത് നോക്കാമല്ലോ. യൂണിഫോം അയൺ ചെയ്യാനുണ്ട്. എപ്പോഴും ഞാൻ വൈകുന്നേരം തന്നെ ചെയ്തു വെക്കും തലേ ദിവസം. അപ്പോൾ ഇന്നലെ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതാ യൂണിഫോം അയൺ ചെയ്യുന്നു. ഇനി മോളെ ഒന്ന് റെഡിയാക്കണം, മുടിയെല്ലാം കെട്ടി കൊടുക്കണം. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്ക് സമയം ഒരുപാടായി. പിന്നെ ഇതാ ഇപ്പം ബുക്കെടുത്ത് രാത്രി എടുത്ത് വെച്ചാലും എന്തെങ്കിലുമായിട്ട് നോക്കിയിട്ട് ഓളത് പുറത്തെടുത്തിട്ടുണ്ടാവും. അത് സ്കൂളിൽ പോകാനാകുമ്പോൾ ഒന്ന് നോക്കണം, അല്ലെങ്കിൽ ബുക്ക് എന്തായാലും വീട്ടിൽ വെച്ചിട്ടായിരിക്കും സ്കൂളിലെത്തുക. ഇതങ്ങനെ കുട്ടികൾ റെഡി ആയിട്ടുണ്ട്. ഇതാ വേഗം വന്നവർ പോക്കായി. പിന്നെ ഇനി ഇതാ ഞാൻ പോകാൻ വേണ്ടി റെഡി ആവുന്നത്. ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അപ്പോൾ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യണം. എന്ത് പോരായ്മ ഉണ്ടെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിലും അത് പറയണം. അപ്പോൾ ഓക്കെ, താങ്ക് യു.